ഗുഡ് മോർണിംഗ്. നമുക്ക് ഇനി അടുത്തെടുക്കാനുള്ളത് ആരാധനയുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്, 4ാമത്തെ സെക്ഷൻ. The audience is waiting for ആരാധന to dance. ഓഡിയൻസ് മുഴുവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? ആരാധനയുടെ ഡാൻസ് കാണാൻ. But there is no ആരാധന on the stage. പക്ഷെ സ്റ്റേജിൽ ആരാധനയില്ല. Where is she? Is she hiding? എവിടെ പോയി അവള്? ഒളിച്ചിരിക്കുകയാണോ? Is she sad, hurt or angry? അവൾ ദുഃഖിതയാണോ? മുറിവേറ്റോ? ദേഷ്യമാണോ? Does she dance? അവള് ഡാൻസ് ചെയ്യില്ലേ? Did she like the necklace? അവൾക്ക് നെക്ലേസ് ഇഷ്ടപ്പെട്ടില്ലേ? Asked my father as we slipped back in our seats. സീറ്റിൽ ചെന്നിരുന്നപ്പോ അച്ഛൻ അമ്മോട് ചോദിക്കുന്നത്, എന്താണ് അവൾ സ്റ്റേജിൽ വരാത്തത്? അവൾക്ക് നെക്ലേസ് ഇഷ്ടപ്പെട്ടില്ലേ? My mother nodded. അമ്മ തല ആട്ടി. The light dimmed and the announcer asked ശ്രീമതി കമലാദേവി to address the audience. ലൈറ്റ് ഒക്കെ ഡിമ്മായി. അപ്പോഴത്തെ അനൗൺസർ കമലാദേവിയോട് ഓഡിയൻസിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞു. ആൻഡ് ദെൻ ഇറ്റ് വാസ് ടൈം ഫോർ ആരാധന. അവരുടെ അഡ്രസ് ചെയ്തിട്ടുള്ള സംസാരം കഴിഞ്ഞപ്പോൾ ആരാധന വരേണ്ട സമയമായി. മൈ ഫാദർ പ്രസ്ഡ് മൈ ഹാൻഡ് ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. അച്ഛൻ അവളുടെ കൈ പിടിച്ചിട്ട് അവളെ നോക്കി ചിരിച്ചു. ഐ ഡിഡ് നോട്ട് ലുക്ക് അപ്പ്. എനിക്ക് അച്ഛനെ നോക്കാനൊന്നും പറ്റിയില്ല. റോങ്. എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഹി സഡൻലി ആസ്ക്ഡ് മീ, ഈസ് സംതിങ് ദ മാറ്റർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നത്തിങ്. ഐ മാനേജ്ഡ് ടു സേ നത്തിങ്. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഐ സ്റ്റേഡ് അറ്റ് ദ എംപ്റ്റി സ്റ്റേജ്. ഒഴിഞ്ഞ സ്റ്റേജിലേക്ക് നോക്കിയിരുന്നു, തറച്ചു നോക്കിയിരുന്നു. ടു ദ ലെഫ്റ്റ് എ തബല പ്ലെയർ ഐഡിലി ടാപ്ഡ് ഹിസ് ഇൻസ്ട്രുമെന്റ്. അതിന്റെ ഇടതുവശത്തായിട്ട് ഒരാള് തബല ഇങ്ങനെ കൊട്ടിയിരിക്കുന്നുണ്ട്. Ladies and gentlemen, said the voice over the loudspeaker. വീണ്ടും ലൗഡ് സ്പീക്കറിലൂടെ വോയിസ് വന്നു. Our first dance is Pushpanjali by Aradhana Naren. ആദ്യത്തെ ഡാൻസ് പുഷ്പാഞ്ജലി ആരാധന നരേന്റെയാണ്. ആരാധന നരേൻ പ്ലീസ് ആരാധന നരേനോട് വരാൻ പറയാണ്. ദ പ്ലീസ് ഡിഡിൻറ്റ് സൗണ്ട് വെരി പ്ലസന്റ്. പക്ഷെ ആ പ്ലീസ് എന്ന് പറയുന്നത് അത്ര സന്തോഷകരമായി തോന്നിയില്ല. ദ സ്റ്റേജ് റിമെയിൻഡ് ആക്റ്റീവ്. സ്റ്റേജ് വീണ്ടും The stage remained empty. A restless murmur ran throughout the audience. Sunita? A restless murmur ran through the audience. അതായത് ഓഡിയൻസിന്റെ ഉള്ളിൽ കൂടെ ഒരു മർമർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. സുനിത, വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? മൈ ഫാദർ ട്രൈഡ് ടു ക്യാച്ച് മൈ മദേഴ്സ് ഐ. അച്ഛൻ അമ്മയെ നോക്കി. മൈ മദർ ഷുക്ക് ഹെർ ഹെഡ്. അമ്മ തലകുലുക്കി. ഹെർ ഷോൾഡേഴ്സ് ഡ്രൂപ്ഡ്. The seat seemed to swallow her. For the third time the announcer voice rang out. വീണ്ടും എന്താ പറയാ, ഒരു മൂന്നാമത്തെ സമയമാണ് അനൗൺസർ വീണ്ടും വിളിക്കുന്നത്. ഇംപേഷ്യന്റ് ആൻഡ് ആൾമോസ്റ്റ് ത്രട്ടനിങ്. ആരാധന നരേൻ എന്ന് വിളിക്കുന്നു. സൈലൻസ്. അപ്പൊ അവിടെ നിശബ്ദതയാണ്. എ സൈലൻസ് ദാറ്റ് weighed down on me with suffocating force. ഭയങ്കര കനത്ത നിശബ്ദതയായിരുന്നു. ജസ്റ്റ് then the distant sound of ഗംഗ്രസ്, the sound of a rhythmical tap tap tap. പെട്ടെന്നാണ് അവിടെ ഒരു സൗണ്ട് കേട്ടത്, നല്ല താളത്തോടു കൂടിയുള്ള സൗണ്ട്. A weak applause rose from the audience. അതായത് ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് നല്ല കയ്യടി ഉണ്ടായി. The sound gangers grew louder. വീണ്ടും ആ സൗണ്ട് കൂടി. Tap tap tap. A tall slim figure appeared. അവിടെ എന്താ വന്നത്? ഉയരത്തിലുള്ള വണ്ണം കുറഞ്ഞ ഒരു ഫിഗർ ആണ്. ടർക്കോയ്സ് ഡ്രസ്, falling in neat folds. നല്ല ഡ്രസ് ധരിച്ചിട്ട്. My
My sister Aradhana, her hair drawn back in neat plait, മുടിയൊക്കെ നന്നായി പിന്നിട്ടിട്ടുണ്ട്. The kajal around her large almond shaped eyes formed a neat line. കൺമഷിയൊക്കെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. She folded her hands over her breast, almost touching the small gold pendant of her delicate necklace. ആ necklace ധരിച്ചിട്ടാണ് അവൾ ഡാൻസ് ചെയ്യാനായിട്ട് വന്നു നിന്നത്. Her face was tense and pale, but slowly she relaxed. മുഖമൊക്കെ വിളറിയിരുന്നു, പക്ഷെ കളി തുടങ്ങിയപ്പോൾ പിന്നെ ആൾ പെട്ടെന്ന് റിലാക്സ് ആയി. She fell into a fast combination of different mudras. Her slender fingers forming beautiful patterns and designs. അവളുടെ ഫിംഗറുകളൊക്കെ നല്ല എന്താ പറയുക ബ്യൂട്ടിഫുൾ പാറ്റേൺ ഡിസൈൻസ് ഒക്കെ ഉണ്ടായി. She danced not for her teacher. അവൾ ഡാൻസ് ചെയ്ത് ടീച്ചർക്ക് വേണ്ടിയായിരുന്നില്ല. Not for the audience. ഓഡിയൻസിന് വേണ്ടിയായിരുന്നില്ല. She danced for one person. ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഡാൻസ് ചെയ്തത്. Who followed every single moment of her with bright burning eyes. അവളുടെ എല്ലാ മൊമെന്റിലും അവളെ ഫോളോ ചെയ്തിരുന്ന അവളുടെ ആ ചലനങ്ങളിൽ അവളെ നിരീക്ഷിച്ചിരുന്ന ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതാരായിരുന്നു? അവർ മദർ. Why do you think Aradhana was late in coming to the stage? എന്തുകൊണ്ടായിരിക്കണം ആരാധന വരാനായിട്ട് ഇത്തിരി വൈകിയത്? She took time in deciding the truth for herself. ആ സത്യം സ്വയം മനസ്സിലാക്കാനായിട്ട് എടുത്ത ടൈം ആയിരുന്നു ആ ബ്രേക്ക്. What is the truth Aradhana wanted to find out? എന്തായിരുന്നു അവളെ കണ്ടെത്താനായിട്ട് ഇരുന്നിരുന്ന ആ ട്രൂത്ത് എന്ന് പറയുന്നത്? അതായത് അവള് അഡോപ്റ്റഡ് ആണോ എന്നറിയാനായിട്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു? യെസ്, ഷീ ഫൈനലി നോ വാട്ട് ദ ട്രൂത്ത് വാസ്. അവസാനം അവൾക്ക് ആ ട്രൂത്ത് മനസ്സിലായി. കാരണം അവളെ എന്താ പറയാ സ്വന്തം മകളായിട്ട് തന്നെയാണ് വളർത്തിയത്. വാട്ട് ഡിഡ് ഷീ ആക്ച്വലി ഡിസ്കവർ? അവൾ എന്താണ് യഥാർത്ഥത്തിൽ കണ്ടെത്തിയത്? Her mother, because she loved her. അവളുടെ അമ്മയാണ് അവൾ കണ്ടെത്തിയത്, കാരണം അവൾ സ്നേഹിച്ചിരുന്നതാണ് അവളുടെ അമ്മ. How would you have reacted if you had been Aradhana's place right briefly? നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? നമ്മളായിരുന്നു ആരാധനയുടെ സ്ഥലത്തെങ്കിൽ അതെന്താ? നമ്മുടേതായ വഴിയിലാണ് എഴുതേണ്ടത്. നമ്മളും ഇതുപോലെ തന്നെയാണ് അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ്, അതായത് പ്രസവിക്കണമെന്നില്ല, എന്താ പറയാ പരിപാലിക്കുന്നതാണ്. അതായത് ഓരോ ചലനത്തിലും ഓരോ ഗ്രോത്തിലും ഒപ്പം ഉണ്ടാകുന്നതാണ് അമ്മ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളെ പരിപാലിക്കുന്നവരെ തന്നെയാണ് നമ്മളെ സ്നേഹിക്കേണ്ടത്. Pick out the words from the box which best describe the pupils mentioned in column. അതായത് ഓരോ വ്യക്തികളെയും അനുയോജ്യമായിട്ട് ചേർത്ത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ആരാധന, excellent dancer. Her sister ആരാ? Wise and loving. Their mother, devoted parent. The grandmother, a caring person. On Pramila, mean and cruel. Okay. ശരി, നമ്മളോട് ലെറ്റ്സ് റൈറ്റ് എഴുതാൻ പറയുന്നുണ്ട്. The earlier unit on editing your own writing familiarized you with what it means to edit your own writing. നമ്മൾ തന്നെ എഴുതിയ ചില തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടെത്താന്നുള്ളതാണ് എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. You have also learned why editing is important. Now you will learn how to edit your own writing. എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുക? Let us look at some examples with Gary. What needs to be done during the editing? എഡിറ്റിങ്ങിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത് കേട്ടോ. In the exercise given below, only one type of error can be noticed.
that is mistake of subject verb agreement. See, അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഒരു തരത്തിലുള്ള എറർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള അഗ്രിമെന്റ് ആണ്. See if you can find the slips and correct them. There are 4 of them. ഒരു 4 തെറ്റുണ്ട്. My father giving me some money yesterday. He always, ഇവിടെ ഗിവിങ് മീ എന്നുള്ളത് എന്താ, യെസ്റ്റർഡേ ആണ് അല്ലെ. അപ്പൊ ഗിവിങ് എന്നാണ് പറയാ, ഗേവ് മീ എന്നാണ് പറയാ. He always gave some money whenever he is in a happy mood. He always gave some money whenever he is in a happy mood. But the treble R, അവിടെ treble R അല്ല, is ആണ്. His happy mood does not last very long. It's I is എന്ന് പറയില്ല, I am എന്ന് പറയുള്ളൂ. I am waiting. അപ്പൊ gave, gives, is, അതൊക്കെയാണ് അവിടെ തെറ്റ് മാറ്റാനുള്ളത്. I am waiting for his next happy mood now. A common problem of writing, especially of narrative writing, relates to the sequence of sentences. One aspect of editing is to put the sentence in their proper order. ഇനി അടുത്ത ഒരു എറർ എന്ന് പറയുന്നത് ഓരോ സെന്റൻസും അത് കൃത്യമായിട്ട് പ്രോപ്പർ ഓർഡറിലാക്കണം. ദ എക്സാമ്പിൾ ഗിവൺ ബിലോ കൺസിഡേഴ്സ് എറർ ഓഫ് സീക്വൻസിങ്. നേരത്തെ ഇപ്പൊ എന്താ, സബ്ജക്റ്റും വെർബും തമ്മിലുള്ളതാണ് നേരത്തെ നമ്മൾ എറർ ചെയ്തത്. ഇനി അടുത്തത് സീക്വൻസിങ് ആണ്. Once, അതായത് തുടർച്ചയെ കാണിക്കുന്ന തരത്തിലുള്ളത്. Once a magician came to a small city to perform his magic show. The magician offered to turn a copper coin into a gold one. Because he was a master of his art, people came from far and wide to see him perform. The farmer examined the coin and put it in his pocket. He bought himself a front row ticket to be able to see everything the magician did from as close as possible. The farmer sitting in the front row eagerly gave him a copper coin. Taken aback, the magician asked the farmer to return the coin so that he could show some more tricks with it. The magician turned the coin into a gold one and gave it to the farmer to look at. A farmer who had heard a lot about the magician also came from a neighboring village. The farmer refused, saying he could not risk it being turned back to copper, and coolly walked out of the hall. അതായത് ഇതിലെന്താ പറയുന്നത്, ഒരു സ്റ്റോറി ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The above narration does not make much sense because of the wrong order of sentence much sense. Now let us see what the narrative would look like if the sentence in their proper sequence. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എന്താ പറയാ, അതിന്റെ ഒരു ആശയം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ്, വൺ മജീഷ്യൻ കെയിം ടു എ സ്മോൾ സിറ്റി ടു പെർഫോം ഹിസ് മാജിക് ഷോ. ഒരു ചെറിയ സിറ്റിയിലേക്ക് വന്നു. ബിക്കോസ് ഹി വാസ് എ മാസ്റ്റർ ഓഫ് ഹിസ് ആർട്ട്. അദ്ദേഹം മജീഷ്യനിൽ നല്ല പേരെടുത്ത ആളാണ്. പീപ്പിൾ കെയിം ഫ്രം ഫാർ ആൻഡ് വൈഡ്. പല ഇതിൽ നിന്ന് ആളുകൾ വന്നിരുന്ന അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാൻ. എ ഫാർമർ who had heard a lot about the magician, magician കുറിച്ച് കേട്ടിട്ടുള്ള ആള്, also came from a neighboring village, അടുത്ത neighboring village നിന്ന് വന്നിരുന്നു. He bought himself a front row ticket. ആദ്യം തന്നെ front row ticket എടുത്തു. See everything the magician did from a close, അടുത്തിരുന്ന് കാണാനായിട്ട്. The magician offered to turn a copper coin into a gold one. ഒരു കോപ്പർ കോയിന് ഗോൾഡ് വൺ ആക്കി മാറ്റാനായിട്ടാണ് മജീഷ്യൻ നോക്കിയത്. The farmer sitting in front row eagerly gave him a copper coin. വേഗം തന്നെ കോപ്പർ കോയിൻ കൊടുത്തു. The magician turned the coin into a gold one ആക്കി and gave it to the farmer to look at it. അത് നോക്കാനായിട്ട് ഫാർമർ കയ്യിൽ കൊടുത്തു. The farmer examined the coin and put it in. എക്സാമിൻ ചെയ്തിട്ട് പോക്കറ്റിലിട്ടു. Taken aback, the magician asked the farmer to return the coin. മജീഷ്യൻ പറഞ്ഞു ആ കോയിൻ തിരിച്ചു തരാൻ. So that he should show some more tricks. എനിക്ക് ഇനിയും അതിൽ ട്രിക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. The farmer refused. ഫാർമർ കൊടുത്തില്ല. He could not risk it being turned back to copper. Copper ഇനി ആക്കണ്ട, എനിക്ക് ഗോൾഡ് തന്നെ മതി എന്ന ആളിരുന്നാണ്ട് കൂലി walked out of the hall. ഹാളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു.
അപ്പൊ അതാണ് ആ കഥ. മറ്റേലാകെ തെറ്റിച്ചിട്ടുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ആശയം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സീക്വൻസിൽ ചിലപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള കഥയോ പാഠഭാഗങ്ങളോ ഒക്കെ ആയിരിക്കാം സീക്വൻസ് തെറ്റിച്ച് തരാം. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ എഴുതണം. അടുത്തത് ഇനി മറ്റൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു ലെറ്റർ ആണ്. ഡിയർ മാഡം, ദിസ് ഈസ് വിത്ത് റെഫറൻഡ് ഔട്ട് son അല്ല, Dinesh. He is in class 10 and he is having some difficulty in studying physics or even follow practical. We had to go to our hometown, missed some classes and we could not even attend the parent teacher meeting. Can you help him to get the notes and find a tutor to give him extra help? Please consider this is in urgent. Yours sincerely, MMM Matthews. Here is the corrected version. അല്ലാകെ തെറ്റിയിട്ടുണ്ട് അല്ലേ? ആകെ എന്താ പറയാ, ഒരു ഓർഡർ എന്താ പറയാ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കൃത്യമായിട്ട് ഗ്രാമർ കൃത്യമല്ല. നോട്ടീസ് ഹൗ ചേഞ്ചസ് ഹാപ്പൻ. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാ? അതായത് ഫസ്റ്റിന് നമ്മൾ എന്താ, ദ പ്രിൻസിപ്പൽ ABJ സ്കൂൾ MG റോഡ് ഭോപ്പാൽ. പിന്നെ ഡേറ്റ് എഴുതണം. ഡിയർ മാഡം, ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു മൈ സൺ ദിനേഷ്, എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 10B in your school. He has some difficulty in studying physics and in doing in practicals. We have to go to our hometown for a fortnight and he missed these classes during that period. My wife and I were also not be able to attend the parent teacher meeting and therefore could not meet the physics teacher. Could you please request the physics teacher to give Dinesh some extra guidance? Look forward to a favorable consideration of my request. With regards, yours sincerely, MM Matthews, MM Mathur. അങ്ങനെ കറക്റ്റ് എന്താ, അപ്പൊ അതിന്റെ ആ ഫോർമാറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഫ്രം ടു വെക്കുക, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാ, കൃത്യമായി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ടൊക്കെ എഴുതാം. ഇതാണ് ലെറ്റർ എഴുതേണ്ട രീതി. അപ്പൊ ഇതൊക്കെയാണ് കറപ്ഷൻ ആയിട്ട് പറയുന്നത്.